ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് മ്യൂസിക് എക്സ്ട്രാ വേറെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിലോട്ട് നമുക്ക് സെപ്പറേറ്റ് മ്യൂസിക് വേറെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ റീൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമുക്ക് മ്യൂസിക്കാണ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ മ്യൂസിക് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ സെർച്ച് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് സെർച്ച് ചെയ്യാവുന്നതാണ്. അത് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുകയാണ്. പിന്നെ വേറെ എഡിറ്റിംഗ് ആപ്പുകളിൽ നിന്ന് മ്യൂസിക് ആഡ് ചെയ്യുന്നതിന് നല്ലത് ഇതുപോലെ മ്യൂസിക് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഇതിനോടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് എവിടെ എന്നുള്ളത് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ ഒരു പിങ്ക് ഡോട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിങ്ക് ഡോട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തിയാൽ മതി, ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഭാഗം നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെയും ഭാഗം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ ട്രെൻഡിങ് ആയിട്ടുള്ള ഭാഗം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുണ്ടാവുക. എന്തായാലും അത് കഴിഞ്ഞാൽ ഇവിടെ ഡൺ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്ഷൻ ആഡ് ചെയ്യാം, ആരെങ്കിലൊക്കെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഓഡിയൻസിനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ താഴെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. ഇതിൽ ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ആവുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റീല് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കിയാൽ ഇവിടെ ആ ഒരു മ്യൂസിക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ആ മ്യൂസിക് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാം റീലിലോട്ട് മ്യൂസിക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.